ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും പരിശോധന ശക്തമാക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഈ വാർത്ത വരുന്നുണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ എക്സൈസ് വകുപ്പ് വല്ലാതെ വീർപ്പ് മുട്ടുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിന് സ്റ്റാഫില്ല, സൗകര്യങ്ങളില്ല. കൊല്ലത്ത് മിക്ക ഓഫീസുകളിലും ആവശ്യത്തിന് വാഹനങ്ങൾ പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കാതെ എങ്ങനെയാണ് ഈ ലഹരി വേട്ട അവർ നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. 24 എക്സ്ക്ലൂസീവ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് എക്സൈസ് തടയിടാൻ ഇവിടെ തുടങ്ങുന്നു. ദൗർഭാഗ്യവശാൽ എക്സൈസിൻ്റെ പരിദേവനങ്ങളും പരിമിതികളും ഇവിടെ തന്നെ തുടങ്ങുകയാണ്. പരിശോധനയ്ക്കിടെ ചെക്ക് പോസ്റ്റ് തകർത്തൊരു വാഹനം കടന്നുപോയാൽ പിന്തുടർന്നു പിടിക്കാൻ ആര്യങ്കാവിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. കാരണം അതിനുള്ള വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇവിടെയില്ല. സുരക്ഷിതമല്ലാത്ത കണ്ടെയ്നർ ഓഫീസ്, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശൗചാലയങ്ങൾ പോലുമില്ല. ഇനി അഞ്ചൽ റേഞ്ച് ഓഫീസിലെത്തിയാലോ അവിടെയും പരാധീനതകൾ മാത്രം. 5 പോലീസ് സ്റ്റേഷനും 3 ഫോറസ്റ്റ് റേഞ്ചും 8 പഞ്ചായത്തും ഉൾപ്പെടുന്ന ജില്ലയിലെ ഏറ്റവും വലിയ റേഞ്ചാണ് അഞ്ചൽ. വാഹനമുണ്ട്, പക്ഷേ കാലാവധി കഴിഞ്ഞതിനാൽ റോഡിലിറക്കാൻ കഴിയില്ല. 3 മാസമായി ജീപ്പ് ഇങ്ങനെ കട്ടപ്പുറത്തായിട്ട്. ഇതോടെ പതിവ് പരിശോധനകൾ പോലും മുടങ്ങി. ലഹരി മാഫിയയ്ക്ക് ഇത് സൗകര്യമായി കഴിഞ്ഞു. അടിയന്തര സാഹചര്യങ്ങളിൽ പുനലൂർ സർക്കിൾ ഓഫീസിൽ നിന്നും വാഹനം എത്തുന്നവരെ കാത്തിരിക്കണം. 5 പോലീസ് സ്റ്റേഷൻ, 2 ചെക്ക് പോസ്റ്റ്, പിന്നെ ഈ മലയോര മേഖല എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ റേഞ്ച്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ റേഞ്ച്. അപ്പം നമുക്ക് ഈ വണ്ടി ഇല്ലാത്തതിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളുടെ സ്വന്തം കാറൊക്കെയാണ് ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ലഹരി വേട്ടയ്ക്ക് പോലീസും എക്സൈസായിട്ട് കമ്പൈൻഡായിട്ട് ഇപ്പോൾ ചെയ്യണം. അപ്പം നമുക്കിപ്പോൾ എല്ലായിടത്തും ഓടിയെത്താനുള്ള വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അഞ്ചൽ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എന്നെ SHO വിളിച്ചിരുന്നു. ഈ ബൈപ്പാസിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ സാറും കൂടെ വരണം. ഔദ്യോഗിക കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ തങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളാണ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. തൊണ്ടി മുതൽ സൂക്ഷിക്കാനും എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ ഇടമില്ല. പെട്ടെന്നുള്ള റെയ്ഡുകളായാലും അതേപോലെ തന്നെ ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരു മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കേസ് കൊണ്ടുവന്നാൽ പോലും നമുക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനും തൊണ്ടി സാധനങ്ങളും മറ്റും കോടതിയിൽ ഹാജരാക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ്. കൊല്ലം റേഞ്ച് ഓഫീസിലും വാഹനത്തിനായി ആവശ്യമുയർന്നിട്ട് നാളേറെ. നൂറ്റാണ്ട് പിന്നിട്ട പുനലൂരിലെ സർക്കിൾ ഓഫീസും പുതിയ കെട്ടിടത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ലഹരിയുടെ വേരൊരുക്കാൻ എക്സൈസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇതിൽ എക്സൈസ് വകുപ്പ് അടിയന്തരമായി ഇടപെടുക തന്നെ വേണം. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.